കാണാൻ പറ്റുന്നതൊക്കെയാണ്. ചില സാമൂഹ്യ സംഘടനകളും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും അതുപോലെ തന്നെ ചാരിറ്റി വർക്ക് ചെയ്യുന്നവരും അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതനുസരിച്ച് അവർക്ക് അത് നമ്മുടെ മുന്നിൽ എത്തിക്കുന്നവരെ നമ്മൾ ഓർക്കാറില്ല. അതാണ് നമുക്ക് നമ്മുടെ മനസ്സിൽ വേണ്ടത്. ആദ്യമായിട്ട് നോക്കേണ്ട ഇത്തരം കാര്യം നമ്മൾ ഓർമ്മിക്കണം. ഇതുപോലെ കഷ്ടപ്പെട്ട് നമ്മുടെ മുന്നിലേക്ക് എത്താൻ സഹായിക്കുന്ന വ്യക്തികളുണ്ട്. അവരെ നമ്മൾ ഓർക്കേണ്ടത്. നല്ലൊരു കൂട്ടമാണ്, ഒരു കൂട്ടം പ്രവർത്തകരാണ് നമ്മൾ ഈ വിദ്യാമൃതം 2025 പരിപാടി ഇപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ജയ് ജനസേവാ സംഘത്തിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വിദ്യാമൃതം എന്ന പദ്ധതി പ്രകാരം പഠിക്കുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള ഒരു ചടങ്ങാണ് ഇവിടെ ആരംഭിക്കുന്നത്. തങ്ങളുടെ അധ്വാനത്തിന്റെ ഒരു ഭാഗവും ഒപ്പം തങ്ങളുടെ വിലപ്പെട്ട സമയവും മാറ്റിവെച്ച് സമൂഹത്തിൽ അർഹരായ സാധാരണക്കാരെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ ജീവകാരുണ്യ സഹായം ചെയ്യുകയും അർഹരായ ആൾക്കാർക്ക് ഭക്ഷണമടക്കമുള്ള മറ്റു സഹായങ്ങൾ ചെയ്യുകയും ഒപ്പം നാളെയുടെ വാഗ്ദാനങ്ങളായ കുട്ടികൾ അവർ പഠിച്ചു മിടുക്കരായി വരുന്നതിന് അവർക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്തു വരുന്ന ഈ ജയ് ജനസേവാ സംഘത്തിന്റെ പ്രവർത്തകർക്ക് ആദ്യമായി എന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. വരുന്നത് ദുഃഖകരമെന്ന് പറയട്ടെ, ആ തലമുറയിലെ ഒരു വിഭാഗമെങ്കിലും ഈ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിപ്പെട്ട് വഴിപിഴച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. നമ്മുടെ ഈ നാട്ടിൻപുറമെന്നും അത്രത്തോളം ലഹരിയുടെ വിപത്ത് അനുഭവിച്ചു തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അതിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് നമുക്ക് അത്ര ഗൗരവമായ അറിവില്ല എന്നുള്ളതാണ് സംശയം. പത്രത്തിലൂടെയും വാർത്തകളിലൂടെയൊക്കെ കാണുന്ന സംഭവങ്ങൾ ഒഴിച്ചാൽ നമുക്ക് ചുറ്റുപാടും അതിനുള്ള എക്സാമ്പിൾസ് ഒന്നും അധികം ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ പോക്കാണെങ്കിൽ അതിനധികം സമയം വേണ്ട. ഇപ്പോ ഏതാണ്ട് 6 മാസം മുമ്പ് നിങ്ങൾ വാർത്ത കാണുന്നവരാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, തിരുവല്ലയിൽ ഒരു പ്രായമായ ഭാര്യയും ഭർത്താവും സ്വന്തം വീടിന് സമീപം റോഡ് സൈഡിൽ തങ്ങളുടെ കാർ പാർക്ക് ചെയ്തിട്ട് അതിനകത്തിരുന്ന് കാറിന്റെ ഡോറുകൾ ലോക്ക് ചെയ്തതിനു ശേഷം സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത ഒരു വാർത്ത നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. ഏക മകൻ, അത്യാവശ്യ സുഖ സൗകര്യങ്ങളുള്ള അവരുടെ ഏക മകൻ ചെറുപ്പത്തിൽ തന്നെ അവന് ജോലി കിട്ടി, ആരോഗ്യ വകുപ്പിൽ ജോലി കിട്ടി. പക്ഷെ ഒപ്പം അവൻ ലഹരി ഉപയോഗിക്കുന്ന ശീലത്തിലേക്ക് കടന്നു. അവൻ ലഹരിക്ക് അടിമയാണെന്ന് മനസ്സിലാക്കിയ ഈ അച്ഛനും അമ്മയും അവരെ കൊണ്ടാവുന്ന വിധത്തിലൊക്കെ അവൻ അതിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചു. കൊടുക്കാവുന്ന തരത്തിലുള്ള എല്ലാ ചികിത്സയും കൊടുത്തു. പരമാവധി നോക്കിയിട്ടും മാറുന്നില്ല. അവസാനം ചിലരുടെ ഉപദേശം സ്വീകരിച്ച് ഒരു കല്യാണം കഴിഞ്ഞാൽ, ഒരു കുഞ്ഞുണ്ടായാൽ അവൻ ഇതൊക്കെ നിർത്തി നേരെയാകുമെന്നുള്ള ഉപദേശം കേട്ട് അവനെ കല്യാണം കഴിപ്പിച്ചു. കല്യാണം കഴിച്ചു, ഭാര്യയായി, ഒരു കുഞ്ഞായി. എന്നിട്ടും അവൻ ലഹരിയിൽ നിന്ന് വിമുക്തനാകാൻ സാധിച്ചില്ല. അവസാനം അവന്റെ ലഹരി ഉപയോഗത്തിന്റെ ബുദ്ധിമുട്ട് കാരണം ഭാര്യ കുഞ്ഞിനെയും കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോയി. ഈ വൃദ്ധരായ അച്ഛനും അമ്മയും അവരെ കൊണ്ട് കഴിയുന്ന അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു കുടുംബമാണ്. അവരെ കണ്ട് കഴിയുന്ന എല്ലാ മാർഗങ്ങളുടെയും അവർ നോക്കിയിട്ടും ഈ മകനെ നേരെയാക്കാൻ സാധിച്ചില്ല. അവസാനം ഈ മകന്റെ ദുരവസ്ഥ കാണാൻ ഞങ്ങൾ ഇനി ബാക്കി നിൽക്കുന്നില്ല എന്ന് തീരുമാനിച്ച അച്ഛനമ്മയും കാറിനകത്തിരുന്ന് കാറിന് തീ കത്തിച്ച് സ്വയം ആത്മഹത്യ ചെയ്തു. ഇന്നൊരു പ്രോഗ്രാം വെച്ചപ്പോ ആ ടൈമിൽ വന്ന് എത്തി അവരിങ്ങനെ ഒരു ക്ലാസ് അവതരിപ്പിച്ച് പോലെ നല്ല രീതിയിൽ അവർ പറഞ്ഞു തന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ നമ്മൾ കണ്ണു തുറന്നാല് നമ്മളുടെ മക്കളെ കഴുകന്മാരെ മുന്നിൽ നിന്നും രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. ആ ഒരു നിലപാടാണ് സാർ അല്പനേരം പറഞ്ഞു പോയത്. ഇന്നത്തെ പ്രവർത്തനം വിദ്യാഭ്യാസവുമായി ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഈ പ്രോഗ്രാമിന് നല്ലൊരു കാഴ്ചപ്പാടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം അവരുടെ പഠനത്തിനുള്ള ഉപകരണങ്ങളും മറ്റ് സാധനങ്ങളും കൈമാറുന്നു. അപ്പം അതിന് നിങ്ങൾക്ക്
ഒരു സഹായമായി അവർ നൽകുന്നത് എനിക്കും കണ്ടപ്പോൾ വളരെ സന്തോഷമായി. എന്നെ ഒരു 2-3 ആഴ്ചക്ക് മുമ്പേ വിളിച്ച് ഈ പ്രോഗ്രാമിൽ വന്നെത്തണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രോത്സാഹനം, ഇങ്ങനെ മറ്റുള്ളവരെ കുട്ടികളുടെ പേര് കൊടുക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കതിന് വലുതായിട്ടൊന്നും പറ്റിയിട്ടില്ല. എങ്കിലും ഇന്നത്തെ ഈ പ്രോഗ്രാമിന് ഇത് വൻ വിജയകരമായി തീരട്ടെ എന്നുള്ള ആശംസ നിങ്ങൾ വന്ന എല്ലാവർക്കും, സ്റ്റേജിലും സദസ്സിലിരിക്കുന്ന എൻ്റെ എല്ലാവർക്കും ഞാൻ ഒറ്റ വാക്കിൽ ആശംസ അറിയിച്ചു. ഒരു പ്രോഗ്രാമിലാണ് ഞാൻ പോകുന്നത്. അതിലെ ഉന്നത പഠനത്തിന് അർഹരായ, അതായത് SSLC പോലുള്ള ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റായ പരീക്ഷയൊക്കെ എഴുതി ഉന്നത വിജയം നേടിയ അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഒരു ചടങ്ങിലും അതേപോലെ തന്നെ പഠനോപകരണങ്ങൾ നൽകുന്ന ഒരു ചടങ്ങൊക്കെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ ബഹുമാന്യനായ സാറ് പറയുകയുണ്ട്. ഇപ്പോൾ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുമ്പം രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള ഒരു വേദി കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. നമുക്കറിയാം, ഞാൻ എൻ്റെ വീട്ടിലെ അനുഭവം പറയാം. നമ്മളൊക്കെ ഒരുമിച്ചിരിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുമിച്ചിരിക്കാറുണ്ട്. മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ഒരുമിച്ചിരുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു പോകും, ഭക്ഷണം കഴിക്കുന്ന സമയത്തും അല്ലാത്ത സമയത്തുമൊക്കെ. പക്ഷെ ഇപ്പോഴാണെന്നുണ്ടെങ്കിലോ വായി തുറക്കില്ല. ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ വായി തുറക്കൂ. അല്ല എന്നുണ്ടെങ്കിൽ മിണ്ടാതിരുന്ന